ജനറേഷൻസ് തമ്മിൽ ഏറ്റുമുട്ടുന്ന അറിവും വിവേകവും ഒരുപോലെ ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 പ്രസന്റിംഗ് YXO കേരള. ഞങ്ങളുടെ YXO കേരളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്വിസ് റൗണ്ട് ഉണ്ട്, ഗെയിം റൗണ്ട് ഉണ്ട്, സ്വിച്ചിങ് ഓവർ റൗണ്ട്സും ഉണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരോട്, പുതിയ തലമുറയിൽപ്പെട്ട നമ്മുടെ കുട്ടികളോട്, പഴയ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപാട്, എന്നെക്കാൾ വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ ഏറ്റവും ടീമിനോട് വരുന്നത് ഓൾഡ് ജനറേഷൻ ആൾക്കാരോട് ഞങ്ങൾ പുതിയ കുഞ്ഞുങ്ങൾക്ക് മാത്രം അറിയുന്ന കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഒരു റിഫ്റ്റ് കൃത്യമായിട്ട് തന്നെ ഈ ഒരു വേദിയിൽ വർക്കൗട്ടായി മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓരോ എപ്പിസോഡിലും. സോ ഇന്നത്തെ എപ്പിസോഡിൽ O ടീമിനെയും Y ടീമിനെയും റെപ്രസെൻറ്റ് ചെയ്ത് ആരൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്കറിയാം. ആദ്യം തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ദ ടീം O. നമ്മുടെ O ടീമിൻ്റെ ആൾക്കാരെ കണ്ടില്ലേ? 3 ചേച്ചിമാരെ തന്നെയാണ് എനിക്ക് ഇന്നും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചേച്ചിമാരുമായിട്ട് ആരൊക്കെയാണ് വരാൻ പോകുന്നത്, മത്സരിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? റെഡി? അപ്പോൾ ടീം Y. സോ ഞങ്ങളുടെ O ടീമും Y ടീമും അണിനിരന്നു കഴിഞ്ഞു. എന്തായാലും നമുക്ക് O ടീമിൽ നിന്ന് തന്നെ പരിചയപ്പെട്ട് തുടങ്ങാം. ഓക്കെ ചേച്ചി. എൻ്റെ പേര് സുജാത വിജയൻ. ഞാൻ പൂജപ്പുരയിൽ നിന്ന് വരുന്നു. ഹൗസ് വൈഫാണ്. ചേട്ടൻ എന്തായിരുന്നു ജോലി? എൻ്റെ ചേട്ടൻ ഗൾഫിലായിരുന്നു. ഇപ്പൊ നാട്ടിലുണ്ടോ അതോ ഗൾഫിലാണോ? ഞങ്ങൾ 4-5 കൊല്ലം ആയുള്ളൂ നാട്ടിൽ വന്നിട്ട്. 79 തൊട്ട് ഗൾഫിലായിരുന്നു ഞാനും. ചേച്ചി 79 തൊട്ട് ഗൾഫിലായിരുന്നു. ഗൾഫിൽ എവിടെയായിരുന്നു? ദുബായിലായിരുന്നു. കാരണം അന്നത്തെ ആൾക്കാരാണ് ഈ ഗൾഫ് എന്ന് പറയുന്നത്. 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് പോയതാണ്. ഗൾഫ് ജീവിതമാണോ നമ്മുടെ ജീവിതമാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് എന്തായാലും അതൊരു പ്രത്യേക സന്തോഷമല്ലേ ആണ്. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എൻ്റെ പേര് മിനിയാണ്. മിനി ചേച്ചി എന്താ ചെയ്തിരുന്നത്? തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഓക്കെ. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്ത ബുക്ക് ഏതാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വന്നൊരു പുസ്തകം ഏതാണ്? ആടുജീവിതം, ബെന്യാമൻ്റെ. അതൊക്കെ അന്വേഷിച്ചായിരുന്നു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിലെ ഹസ്ബൻഡുണ്ട്. 2 ആൺകുട്ടികളാണ്. രണ്ടുപേരും ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് എന്തായിരുന്നു ചെയ്തത്? ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു. റിട്ടയർ ചെയ്തു. എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ രാവിലെ എണീക്കുന്നു രാത്രി വരെയൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് പോർഷൻസ് എന്തൊക്കെയാണ് ജീവിതത്തിൽ? ചേട്ടൻ ചേച്ചി ഒരു മടിയാണല്ലോ. മറ്റേ നമ്മളിങ്ങനെ മെഷീൻ പോലെ അങ്ങ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം ശരിക്കും വയ്യായികയൊക്കെ തോന്നും എപ്പോഴും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പഫ് സ്ലീവ് ഒക്കെ ഇട്ട് ആരാണിത്? എൻ്റെ പേര് സുജ. ഞാൻ ലൈബ്രറിയുടെ സ്റ്റേഷൻ്റെ ലൈബ്രറി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ വരാറുണ്ട്. എന്നെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, അവിടെ വന്നിട്ട് കണ്ടിട്ടില്ല. ഞാൻ മേ ബി മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് വരാറുള്ളത്. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഞാൻ കോളേജ് സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞ്. നല്ല പ്രായം ഉണ്ടെന്നുള്ളത് പലരും അറിയുന്നില്ല. ഞാൻ വേറെ കുറെ പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയിൽ എന്താണ് വായന കൂടുതലാണോ? വായന കൂടുതലാണ്. കുറവെന്ന് പറയുന്ന ഞങ്ങളുടെ ലൈബ്രറി വന്നാൽ അറിയാൻ പറ്റും. പിന്നെ ഹസ്ബൻഡ് ഇലക്ട്രീഷ്യനാണ്. ഇപ്പം എൻ്റെ കൂടില്ല, കൊല്ലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഞാനിപ്പോൾ ടെമ്പററി ആയിട്ട് ജോലി സൗകര്യമായിട്ട് ട്രിവാൻഡ്രത്ത് താമസിക്കാം. പിള്ളേര് 2 മോളും മോനും 2പേരും പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ മിടുക്കിയിൽ നിന്ന് തുടങ്ങാണ്. ദിസ് ഗേൾ ഡ്രീംസ് ഐസ്ക്രീം എന്നാണ് നിന്റെ ഉടുപ്പിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നിന്റെ ഡ്രീം എന്താണ്? ഐസ്ക്രീം ആണോ നിന്റെ ഡ്രീം? അല്ല, എൻ്റെ ഡ്രീം ഒരു സോൾജർ ആവുക എന്നുള്ളതാണ്. സോൾജർ ആവാൻ ആഗ്രഹിക്കുന്ന മിടുക്കിയുടെ പേരെന്താണ്? എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ GPS ആനന്ദരയിൽ പഠിക്കുന്നു. സോൾജർ ആകാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു? മേജർ എന്ന ഒരു സിനിമ കാണുകയുണ്ടായി ഞാൻ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് സോൾജർ ആവണമെന്നൊരാഗ്രഹം. മോനിലേക്ക് വരുമ്പോൾ ഡബിൾ പോക്കറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്ന മിടുക്കൻ ആരാണ്? എൻ്റെ പേര് അർജുൻ SS. ഞാൻ GPS ആലന്തരയിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. നിങ്ങൾ ഫ്രണ്ട്സ് ആണോ? ഒരേ ക്ലാസ് ആണോ നിങ്ങൾ? എങ്ങനെയുണ്ട് ക്ലാസ്സിൽ? ഇവിടെ എങ്ങനെയുണ്ട്? ഐശ്വര്യ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. സംസാരിക്കുന്ന ആളാണോ സംസാരിക്കാത്ത ആളാണോ? സംസാരിക്കുന്ന ആളാണ്. പയ്യന്മാരോടൊക്കെ എങ്ങനെ നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ആളാണോ? ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഡീൽ ചെയ്യും. ഇവർ ഗേൾസ് കൂടി ഇങ്ങനെ നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. നിനക്ക് എന്താണ് ആഗ്രഹം? ഫോറൻസിക്. എൻ്റെ അമ്മ, എല്ലാ പിള്ളേർക്കും ഒന്നി അനാറ്റമി, ഫോറൻസിക്. എന്താണ് ഫോറൻസിക് തന്നെ എടുക്കാൻ കാരണം? കുറ്റാന്വേഷണങ്ങൾ കണ്ടെത്താൻ വലിയ താല്പര്യമുണ്ട്. വേറെ വീട്ടിലാരൊക്കെയാണ് ഉള്ളത്? അമ്മ, അച്ഛൻ, ചേട്ടൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? +2. എങ്ങനെയുണ്ട് ചേട്ടനും മോനുമായിട്ട് ഇടിപിടി വല്ലതും ഉണ്ടോ? ഉണ്ട്. ചേട്ടൻ തല്ലാറുണ്ടോ?
എവിടെയാണ് കൂടുതലായിട്ട് കുനിച്ച് നിർത്തി മുതുകത്ത് ഇടിക്കുക, വയറ്റത്ത് ഇടിക്കുക? മുതുകത്ത്. മുതുകത്താണ് കൂടുതലായിട്ട്. ഒരു മാറ്റവും ഇല്ല, കാലങ്ങൾ എത്ര ചെന്നാലും. ഈ മോൻ്റെ പേര് അടുത്ത മോനിലേക്ക് എത്തുമ്പോൾ? എൻ്റെ പേര് ആദികേശവ് എന്നാണ്. ഓക്കെ, എന്താകണം എന്ന് ആഗ്രഹിക്കുന്നു? എനിക്ക് ഭാവിയിൽ ഒരു സയൻറ്റിസ്റ്റ് ആവാനാണ്. സയന്റിസ്റ്റ് ആവാനാണ് താല്പര്യം. ഓക്കെ, എന്തിൻ്റെ സയന്റിസ്റ്റ് എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഫിസിക്സ്, കെമിസ്ട്രി? കോസ്മോളജി. കോസ്മോളജി ആണ് അല്ലേ? ഓക്കെ, ബഹിരാകാശ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ്, അതിലൊരു സയൻറ്റിസ്റ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓക്കെ, ഇവരുടെ ഇഷ്ടങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അറിയാൻ പോകുന്നത് ഇവരുടെ GK റൗണ്ടിലെ പെർഫോമൻസിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. GK റൗണ്ട്. സോ നമ്മുടെ GK റൗണ്ടിൽ കിടക്കുന്നു. 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബസർ റൗണ്ടാണ്. ഇംഗ്ലീഷിൽ ചോദിക്കും, മലയാളത്തിൽ ചോദിക്കും. മലയാളം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ബസർ പ്രസ് ചെയ്യാവുള്ളൂ. ഓരോ ശരിയുത്തരവും ക്യാരി ചെയ്യുന്നത് 2 പോയിൻ്റാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നെയിം ദ 3 പ്രൈമറി കളേഴ്സ്. പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ്? ഓ ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ആൻസർ പറയാം. റെഡ്, ബ്ലൂ, ഗ്രീൻ. റെഡ്, ബ്ലൂ, ഗ്രീൻ. ശരി ഉത്തരം. അറിയായിരുന്നോ? എന്നാ ഞെക്കിയില്ല, എന്താ പ്രസ് ചെയ്യാത്തെ? പ്രസ് ചെയ്തു, പക്ഷെ ഇച്ചിരി ലേറ്റ് ആയി പോയി. കൈ അവിടെ തന്നെ വെച്ചോണ്ട് നിൽക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളേഴ്സ് ഏതാണ്? ഐശ്വര്യ? റെഡ്. റെഡ് ആണ്. മോന്? ബ്ലൂ. ബ്ലൂ. എനിക്കും ബ്ലൂ. ബ്ലൂ തന്നെയാണ് ഇഷ്ടം. പയ്യന്മാരുടെ സ്ഥിര കളറായ ബ്ലൂവിൽ അവർ ഉറച്ചു നിൽക്കുന്നു. റെഡാണ് ഐശ്വര്യയുടെ ഫേവറേറ്റ് കളർ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്, വാട്ട് റിവർ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് വാട്ടേഴ്സ്. ജലത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന നദി ഏതാണ്? വെരി ഗുഡ്, വൈറ്റ് ടീമാണ്. നീ രണ്ടുപേരും അടിയാണോ? ആംബിയർ ആണോ? ആംബിയർ. തെറ്റുത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് ഒന്നുമില്ല, പക്ഷേ പാസ് ചെയ്ത് പോയി ശരി ഉത്തരമാണെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് കിട്ടും. 1 പോയിന്റ് ഞാൻ തരും. ഓക്കെ, എന്താണ് ഉത്തരം? മിസിസിപ്പി. മിസിസിപ്പി. മിസിസിപ്പി എന്ന് പറഞ്ഞാൽ ശരി ഉത്തരമാണ്. 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട് പാസ് ആയതുകൊണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് മാസ്. ഭാരത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ഓ ടീമാണ്. എന്താണ്? കിലോഗ്രാം. കിലോഗ്രാം. KG. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. നമുക്കറിയാലേ 1 kg ഇത് വേണം, 2 kg വേണം. KG എന്ന് കേട്ടിട്ടുണ്ടോ? എവിടെയാണ് കേട്ടേക്കുന്നേ? ഞാൻ പഞ്ചസാരയൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ. പഞ്ചസാര വാങ്ങിക്കാൻ പോകുമ്പോൾ അവൾ കേട്ടിട്ടുണ്ട് KG എന്ന്. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അരി വാങ്ങിക്കാൻ പോകുമ്പോൾ. അപ്പൊ നമ്മൾ എണ്ണ എങ്ങനെ ചോദിക്കും? എണ്ണ ലിറ്ററിലല്ലേ? ലിറ്റർ. കറക്റ്റ്. ആ, അറിയാലോ. അപ്പോൾ അരിയും പഞ്ചസാരയൊക്കെ നമുക്ക് KG-യിൽ കിട്ടും. മണ്ണെണ്ണയാകുമ്പോൾ ലിറ്റർ. എനിക്ക് തോന്നുന്നു അവളാണ് പലചരക്ക് കടയിൽ പോകണമെന്ന് തോന്നുന്നു. നീയാണോ പലചരക്ക് കടയിൽ പോകുന്നത്? അല്ല. അല്ല, അമ്മേരോട്. പക്ഷെ നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ മോൾ. ഇത് ശ്രദ്ധിച്ച് മോള് കേൾക്കുന്നുണ്ടല്ലോ ഇതൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും മിയാന്ന് ഞാൻ വിളിക്കട്ടെ, അത് ഐശ്വര്യ എന്ന് വിളിക്കണോ? മിയാന്ന് വിളിച്ചാൽ മതി. അവൾക്ക് അമ്മ ഇട്ട പേര് ഐശ്വര്യ എന്നാണ്. അവൾക്ക് സ്വയം ഇടാൻ ആഗ്രഹിക്കുന്ന പേര് മിയ എന്നാണ്. അപ്പം ഞാനെങ്കിലും വിളിക്കാം കുറച്ച് നേരത്തേക്ക്. ഹായ് മിയ. ഹായ്. ഹായ്. ഓക്കെ, അപ്പോൾ അടുത്ത 4ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിച്ച് ചോദ്യം കേട്ടോണം. ഓക്കെ ആണ്. വാട്ട് ഇസ് ദ സ്മോളസ്റ്റ് പ്ലാനറ്റ് ഇൻ അവർ സോളാർ സിസ്റ്റം. നമ്മുടെ സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? നമ്മുടെ വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഏതാണ്? ബുധൻ. ബുധൻ. ശരി ഉത്തരം. ഇനി 5ാമത്തെ ചോദ്യത്തിലാണ്. ചേച്ചി ആദ്യം പ്രസ് ചെയ്യുന്ന ആളുടെ ലൈറ്റേ കത്തത്തുള്ളൂ, പിന്നെ നമ്മൾ എത്ര പ്രസ് ചെയ്താലും കിട്ടത്തില്ല. ഓക്കെ, അടുത്ത 5ാമത്തെ ചോദ്യം ഇതാണ്. ഹൂ വാസ് ദി ഫൗണ്ടർ ഓഫ് ജിമെയിൽ. ജിമെയിലിന്റെ സ്ഥാപകൻ ആരാണ്? വൈറ്റ് ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. മിയ, എന്താണ് ഉത്തരം? പോൾ ബുഹെ. കറക്റ്റ് ആൻസർ. എന്തെങ്കിലും യൂസ് ചെയ്യാറുണ്ടോ? ജിമെയിൽ ഉണ്ടോ? ഇല്ല. ജിമെയിൽ ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ട്. ജിമെയിൽ ആയിട്ടില്ല. മോനോ എന്തെങ്കിലും വേറെ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ്? മോൾ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത്? വേറെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താണ്? യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ കോമഡി ആയിട്ടുള്ള വ്ളോഗ്സ് ഒക്കെയാണ് കാണുന്നത്. ഫോണ് സ്വന്തമായിട്ടുണ്ടോ? ഇല്ല. അമ്മയുടെ അച്ഛൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. മോന്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോണുണ്ടോ സ്വന്തമായിട്ട്? ഉണ്ട്. മോനുണ്ട്, സ്വന്തമായിട്ട് ഫോണുണ്ട്. ഓക്കെ, ഫോൺ സ്വന്തമായിട്ട് കിട്ടി ആദ്യം ആരെയായിരിക്കും വിളിക്കുക? ആദ്യം അമ്മ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ അമ്മയെ വിളിക്കും. ഓക്കെ, അമ്മയെ വിളിച്ചു കഴിഞ്ഞു. പിന്നെ ആരെ വിളിക്കും? പിന്നെ എൻ്റെ ഫ്രണ്ട്സിനെ വിളിക്കും. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര്? നന്ദനെ വിളിച്ച് പറയും. ഓക്കെ, നന്ദനയ്ക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാം ഇതുവരെയുള്ള ജീവിതത്തിലെ? രഹസ്യങ്ങൾ അറിയത്തില്ല, എങ്കിലും അവൾക്ക് നമ്മൾ തമ്മിലുള്ള രഹസ്യങ്ങളെല്ലാം അറിയാം. നിങ്ങൾ തമ്മിലുള്ള രഹസ്യങ്ങളെല്ലാം അറിയാം. നന്ദനയുടെ രഹസ്യങ്ങളും അറിയാം. തന്നെ ചേച്ചിക്ക് ഒരു വിഷമം തോന്നുന്നുണ്ടോ? ഇന്നത്തെ ഇതിൽ ഇതുപോലെ ജനിക്കാൻ പറ്റിയില്ല,
ചിലപ്പോഴൊക്കെ തോന്നും കേട്ടോ. തോന്നിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ തോന്നും ഇപ്പൊ ജനിച്ചാ മതിയായിരുന്നു. മതിയായിരുന്നു എന്ന് എൻ്റെ അമ്മ സ്ഥിരം പറയുന്ന കാര്യം ഇപ്പൊ അങ്ങ് ജനിച്ചാൽ മതിയായിരുന്നു, കുറച്ച് നേരത്തെ ആയിപ്പോയി. ഒരുപാട് ഫ്രീഡം ഉണ്ട് ഇപ്പം. ഒരുപാട് ഫ്രീഡം ഉണ്ട്. പിന്നെ 19 വയസ്സിൽ അന്ന് കല്യാണം കഴിഞ്ഞു പോയി. ഞാനിപ്പോൾ കോളേജ് മ്യൂസിക് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2ാമത്തെ വർഷം പരീക്ഷ ടൈം ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞു. ചേട്ടനെ കണ്ടില്ലേ അപ്പോ? ഇല്ല, എൻ്റെ അമ്മാവൻ്റെ മോനാണ്. അമ്മാവന്റെ മോനാണ്. എന്നിട്ട് നിങ്ങൾ തമ്മിൽ പ്രണയം അങ്ങനെയൊന്നും ഇല്ല? അദ്ദേഹം നേരത്തെ ഗൾഫിൽ പോയി. ഞാൻ ബെറ്റിക്കോട്ടിന് നടക്കുന്ന പ്രായത്തിലേ പോയി ചേട്ടൻ. ഒന്ന് നോക്കാൻ പോലും പറ്റിയില്ല. അപ്പൊ ശരിക്കും കാണുന്നത് കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിലാണോ? അല്ല, ബ്ലൗസ് വാങ്ങിക്കാൻ വന്നു. ബ്ലൗസ് വാങ്ങിക്കാൻ ചേട്ടൻ വന്നു. അളവ് ബ്ലൗസ് വാങ്ങിക്കാൻ. ഓക്കെ, അളവ് ബ്ലൗസ് മേടിക്കാൻ ചേട്ടൻ വന്നു. എന്നിട്ട് കണ്ടല്ലോ അപ്പൊ പണ്ടത്തെ ഹിപ്പി സ്റ്റൈലിൽ വന്നു. കൂളിംഗ് ഗ്ലാസും പച്ച പരിഷ്കാരി. മറ്റേ ഏതായിരുന്നു കോട്ടയം കുഞ്ചച്ചലിലൊക്കെ കുഞ്ചൻ വന്ന പോലെയൊക്കെ അതുപോലെ അങ്ങ് വന്നു. ചേച്ചിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നി? കാരണം അതുവരെ ചേട്ടനെ കണ്ടിട്ടില്ല. അയ്യേന്നൊക്കെ എനിക്കൊന്നും തോന്നിയില്ല. കാരണം നമുക്ക് തോന്നാനെന്നുള്ള ചാൻസ് ഇല്ല. ചേച്ചി അല്ല ഞാൻ ചോദിക്കുന്നത്, എൻഗേജ്മെന്റ് ആയി കല്യാണം കഴിക്കാൻ. അല്ല, ഞാൻ അമ്മയുടെ അടുത്ത് വഴക്ക് പറഞ്ഞു. അമ്മയുടെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് ചോദിക്കാതെ എനിക്ക് ഏതെങ്കിലും ലവ് ഉണ്ടായിരുന്നെ എന്ത് ചെയ്തേനെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു നീ പോയി തെണ്ടാൻ പോണം. അങ്ങനെ എന്തെങ്കിലും പോയാ നീ ജീവിതം കട്ടപ്പോഹ. ചേച്ചിക്ക് അങ്ങനെ ഒരു ലവ് ഉണ്ടായിരുന്നു ആ സമയത്ത്? ഇല്ലായിരുന്നു. അതൊന്നും അങ്ങനെയുള്ള ചാൻസുകളൊന്നുമില്ല. പേടിയാണ്. അതാണ് പ്രശ്നം. ചേച്ചിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ കാലഘട്ടം ചേച്ചിയെ സമ്മതിച്ചില്ല. അതാണ് പ്രശ്നം വന്നത്. അപ്പൊ ചേട്ടനോട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്ന എപ്പോഴാണ്? അന്നാണോ? അത് സംസാരിച്ചില്ല, സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിഞ്ഞൂടാ. ഞാൻ സംസാരിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഭർത്താവ് നമ്മളെ വീട്ടിൻ്റെ മേളിലത്തെ നിലയിൽ കാണാനൊക്കെ വെറുതെ കയറിപ്പോയി. അച്ഛൻ്റെ കൂടെ പോയ നേരത്തിന് ചേട്ടൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ എടുത്ത് ഞാൻ ഒന്ന് വെച്ച് കണ്ണാടിയിലൊക്കെ ഒന്ന് നോക്കി. സ്ഫടികം അപ്പോൾ ഉണ്ട് ഇറങ്ങി വരുന്നു, വെച്ചിട്ട് ഓടി. അത്രേ ഉള്ളൂ. എന്നിട്ട് ചേച്ചി കൊടുത്തോ? ഇല്ല, അവിടെ വെച്ചിട്ട് ഇറങ്ങി ഓടി. അപ്പുറത്തെ വടക്ക് വശത്ത് ഓടി. കാരണം കണ്ടാല് മോശമല്ലേ. എന്നാ ചേച്ചി കല്യാണം കഴിച്ച് ഇനി നമ്മുടേതാകാനിരിക്കുന്ന ഒരു വണ്ടി, ഇനി അതൊന്നും എടുത്ത് നമ്മൾ ഓട്ടിച്ചു എന്നിട്ട് നമുക്ക് ഒന്നും പറ്റാനില്ല. നമ്മൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു, പിന്നെ പ്രശ്നമില്ല ഇതില്. പണ്ടത്തെ കാലത്ത് അതൊന്നും നടക്കൂല. പ്രേക്ഷകർക്കും YXO കേരള എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാൻ ഇതാ ഒരു സുവർണാവസരം. ചെയ്യേണ്ടത് ഇത്ര മാത്രം. സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിനുള്ള ശരി ഉത്തരം ദേ ഇപ്പോൾ തന്നെ YXO കേരള എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാ പേജിൽ DM ചെയ്യൂ. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾക്ക് ഉറപ്പായ സമ്മാനങ്ങൾ. സോ കീപ്പ് ഓൺ മെസ്സേജിങ് ആസ് ഞങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ ഞങ്ങളുടെ YXO കേരള എന്ന ഇൻസ്റ്റാ പേജിൽ കിട്ടണം. ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടോ ഇന്നത്തെ കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു എന്ന്? അല്ല, എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഒരു ലവ് ഉണ്ടായിരുന്നെങ്കിലെന്ന്. കാര്യം പ്രത്യേക ഒരു സുഖമല്ലേ ലവ് എന്നൊക്കെ പറയുന്ന ഒരു പ്രത്യേക സുഖമാണ്. അടിച്ചു പിണങ്ങി പോയാലും അത്രയും കാലം വരെ അതൊരു സുഖം തന്നെയാണ്. ആൻറ്റി അതെ, അത്ര വലിയ സുഖമൊന്നുമല്ല. അമ്മേരെ നിന്നൊക്കെ നല്ല അടി കിട്ടും. ഇതാരെ ഉപദേശിക്കുന്നത്? എനിക്കൊരു ചെറിയ ഡൗട്ട്. ഞാൻ ഈ Y ടീമിൻ്റെ അടുത്താണോ ചോദിക്കുന്നത്, O ടീമിൻ്റെ അടുത്താണോ ചോദിക്കുന്നത്? പറഞ്ഞ കേട്ടോ, അത്രയ്ക്ക് നല്ല സുഖമുള്ള പരിപാടിയൊന്നും അല്ല എന്നാ പറയുന്നേ. എന്തായാലും ഇപ്പോഴും ഒരു ആഗ്രഹം അങ്ങനെ തോന്നാറുണ്ട്. അന്നൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ചേട്ടനോട് ഇത് പറഞ്ഞിട്ടുണ്ടോ? ചേട്ടൻ പെണ്ണ് കാണാൻ വന്നപ്പോഴേ എൻ്റെ ഹസ്ബൻഡ് ചേട്ടനും കൂടി ആയിട്ടാണ് അടുത്തിരുന്നത്. അപ്പൊ ശരിക്കും ഞാൻ നോക്കിയത് ഹസ്ബൻഡിന്റെ ചേട്ടനെയാണ്. കാരണം ഹസ്ബൻഡിന്റെ ചേട്ടനായിരുന്നു ഭംഗി കാണാനായിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് ഹസ്ബൻഡിന്റെ ചേട്ടൻ പറഞ്ഞു ഞാനല്ല ഇതാണെന്ന് പറഞ്ഞു, അടുത്തിരിക്കുന്നതാണെന്ന്. അപ്പം ഞാൻ നോക്കുമ്പോൾ കറുത്ത ഒരാളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ കല്യാണം, അത് കഴിഞ്ഞപ്പോൾ പിന്നെ കല്യാണമായിരുന്നു. പിന്നെ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഒന്നുമില്ല. അത് കിട്ടിയത് അനുഭവിക്കാൻ ഈ പറഞ്ഞ വണ്ടി മേടിച്ച് വീട്ടിലിട്ടു. ഇപ്പൊ ഉള്ളത് കൊണ്ട് നമ്മൾ ഓട്ടിച്ചങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഹസ്ബൻഡിന് എനിക്ക് ആ ട്വിസ്റ്റ് ഇഷ്ടമായിട്ട്. ഹസ്ബൻഡിന് ചേട്ടനെയാണ് നമുക്ക്. ചേട്ടൻ ഉടനെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാനല്ല ഇതാണെന്ന്. കാരണം ചേച്ചി വാറ്റുന്ന രീതി കണ്ടപ്പോൾ ചേട്ടന് മനസ്സിലായി ഇനി ഇരുന്നാൽ രക്തം വലിച്ചു കുടിക്കും. ഞാൻ ചേച്ചിയുടെ കയ്യിൽ നീ ഒരു ആൻസർ പ്രതീക്ഷയിലായിട്ട്. ചേച്ചി ഭയങ്കര കുലീനവതിയായിട്ട്. ഞാൻ പ്രതീക്ഷ ഉത്തരവ് എന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റാണ്. പ്രേമം എനിക്ക് അന്നത്തെ കാലത്തായിരുന്നു ഇഷ്ടം. ചേച്ചി പറയാം ഒരു പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ നല്ല സുഖമല്ലേ എന്ന്. പിന്നെ നമ്മൾ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ അന്ന് ഒരു പയ്യൻ എൻ്റെ പുറകെ നടക്കുമായിരുന്നു. അപ്പം അന്ന് ഭയങ്കര പേടിയാണ്. എൻ്റെ അച്ഛനെയൊക്കെ ഭയങ്കര പേടിയാണ്.
എന്നിട്ട് ഇപ്പോഴും വിദ്യാർത്ഥി സംഗമം വെച്ചായിരുന്നു. 96 അപ്പോഴും ഞാൻ പോയപ്പോ ആ പയ്യ ഉണ്ടായിരുന്നു കേട്ടോ. അത് പയ്യനാണോ ഇപ്പം? ഒരു അങ്കിളായി കാണില്ലേ, അപ്പൂപ്പനായി കാണും. അപ്പോഴൊക്കെ ഭയങ്കര സങ്കടം തോന്നിയോ, അന്ന് എന്ത് പ്രാവശ്യം ഇങ്ങനെ പറയുന്നൊക്കെ നടന്നതാണ്. നമ്മൾ പേടിയുണ്ടാണ്. ഇപ്പൊ ആ പയ്യൻ, ഐ മീൻ അന്നത്തെ ആ പയ്യൻ, എന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചോ? പിന്നെ സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നാലും എനിക്കൊരു അറപ്പ്. പേടിയാണ് കാര്യം. പണ്ട് ഇങ്ങനെ പിറകെ നടന്നതുകൊണ്ടേ ആരെങ്കിലും കാണുമോ എന്നൊക്കെ ആ ഒരു പണ്ടത്തെ ഭയം ഇപ്പോഴും അന്ന് കണ്ടിട്ട് എന്താ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട്. അല്ല, അന്ന് വീട്ടിൽ വളർത്തി അങ്ങനെയാണേ. അച്ഛനിങ്ങനെ പെൺമക്കളായത് കാരണം ഭയങ്കര ഇതാണ്. ഇച്ചിരി ലേറ്റായ വഴക്ക് അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് നഷ്ടബോധം അലട്ടുന്നുണ്ടെന്ന് വ്യക്തമായിട്ട് ചേച്ചി. പക്ഷെ എനിക്കത് ഇഷ്ടമായി. വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞല്ലോ, പ്രണയം ഉള്ളത് നല്ലതാണ്. ഈ കമലാദാസ് ഒക്കെ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ ആവണമെങ്കിൽ ഒരു പ്രണയം വേണം. യെസ്, കറക്റ്റ്. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞു. നീ അന്ന് ജനിച്ചത് ഇന്ന് ജനിച്ചതിൽ എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ? ഇന്നത്തെ കുറച്ചുകൂടെ ലൈഫ് എൻജോയ് ചെയ്ത് പറ്റുമെന്ന് തോന്നുന്നു. ഞാനും ഏകദേശം ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ ഉടനെ വന്ന ഒരാളാണ്. ഇവരുടെ കാലഘട്ടം വേണോ എന്റെ കാലഘട്ടം വേണോ? ഞാൻ 90s ആണ്. അവരുടെ മതിയോ? ഞാൻ എന്നെ കണ്ടിട്ട് എന്താ അത്ര ഓൾഡ് ആയിട്ടാണോ തോന്നി? കുറച്ചും കൂടെ എങ്ങാ ഇപ്പൊ എൻജോയ് ചെയ്യുന്ന എല്ലാ സ്വാതന്ത്ര്യത്തോടുമാണ് പിള്ളേർ ജനിക്കുന്നത്. ഞങ്ങളും മിസ്സായി പോയി കുറച്ചൊക്കെ. ഇവരാണ് അല്ല, ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങളെ നമുക്കറിയാം. ഈ ഇടയ്ക്കുള്ളവരെ നമുക്ക് അത്ര പോരാ അവര്. ശരിയല്ല, അത് ഞങ്ങളെ പോലുള്ളവർ ആ മുമ്പ് കേട്ട് വെച്ചത് കുറെയൊക്കെ ഇവരെ മേലിലും കൂടെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് കേട്ടോ. നമുക്ക് കുറച്ചൊരു പിടുത്തം ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും അഴിച്ചങ്ങ് വിട്ടേക്കുക. ഓക്കെ, 6ാമത്തെ ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. 6th question. ബസറിൽ മലയാളം കഴിഞ്ഞതിന് ശേഷം മാത്രം. The Reserve Bank of India was established in which year? Reserve Bank of India സ്ഥാപിതമായ വർഷം. ടീമാണ്. ടീം ഉത്തരം 1935. 1935 ശരി ഉത്തരം. Which plant is used in Ayurvedic medicine and perfumery due to its distinctive scent? ആയുർവേദ ചികിത്സയിലും സുഗന്ധ സംവിധാനങ്ങളിലും അതിൻ്റെ പ്രത്യേക മണത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്ന സസ്യമേതാണ്? വൈറ്റ് ടീമാണ്. മഞ്ഞൾ തെറ്റുത്തരം. ഏതാണ് ചേച്ചി അത്? ചന്ദനം ശരി ഉത്തരം. ചന്ദനമായിരുന്നു ശരി ഉത്തരം, മഞ്ഞളായിരുന്നില്ല. മണത്തിന് സാൻഡൽവുഡ് നമ്മൾ കണ്ടിട്ടില്ലേ? മണത്തിന് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ എടുത്തിടുന്ന ചന്ദനം, നല്ല മണമുള്ള ചന്ദനമായിരുന്നു ശരി ഉത്തരം. അപ്പോൾ ഒരു പോയിന്റ് അവർക്ക് കിട്ടിയിരിക്കുകയാണ്, പാസ് ചെയ്ത് വന്നോണ്ട്. ഇനി 8ാമത്തെ ചോദ്യത്തിലേക്കാണ്, ശ്രദ്ധിച്ചു കേൾക്കുക. വിച്ച് ടീം വോൺ ദ ഫസ്റ്റ് ക്രിക്കറ്റ് വേൾഡ് കപ്പ്? ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ടീം ഏതാണ്? വെസ്റ്റ് ഇൻഡീസ്. വെസ്റ്റ് ഇൻഡീസ് ശരി ഉത്തരം. ക്രിക്കറ്റ് കാണാറുണ്ടോ? കാണാറുണ്ട്. ആരെങ്കിലും ഇഷ്ടമാണോ? വിരാട് കോഹ്ലി. വിരാട് കോഹ്ലി. ഇവിടെയോ മോനോ? വിരാട് കോഹ്ലി. ഇവിടെ നിനക്ക് എന്തെങ്കിലും ചേഞ്ച് ഓവർ ഉണ്ടോ? സച്ചിനെ ഇഷ്ടമാണോ? ഇപ്പോഴും സച്ചിനെ സ്നേഹിക്കുന്നു. ഓക്കെ, അടിപൊളി. ഇനിയിപ്പോൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് ദ ലോങ്സ്റ്റ് എപ്പിക് പോയം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇതിഹാസ കാവ്യം ഏതാണ്? വൈറ്റ് ടീമാണ്. ഏതാണ്? മഹാഭാരതം ശരി ഉത്തരം. മഹാഭാരതം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. സുഗതകുമാരി ടീച്ചർ കഥയായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഓ, അടിപൊളി. അപ്പം ഏതെങ്കിലും ക്യാരക്ടേഴ്സിന്റെ പേര് ചേച്ചിക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? മഹാഭാരതം. അർജുനൻ. ഇവിടെ നിൽക്കുന്നത് അർജുനൻ അല്ലേ? ഈ അർജുനാണോ മഹാഭാരതത്തിലുള്ളത്? അല്ല. ഈ അർജുനും മഹാഭാരതത്തിലെ അർജുനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? അർജുൻ അത്ര ശക്തിമാനൊന്നുമല്ല, അർജുൻ നല്ല ശക്തിയാണ്. ഇവന് ശക്തി ഇല്ല എന്നാണ്. നിനക്ക് ശക്തി ചോർന്ന് പോകുന്നതായിട്ട് വല്ലതും തോന്നുമോ ഇടയ്ക്കിടയ്ക്ക്? ഇല്ല, അവന് ശക്തി ഇല്ല എന്നാണ് പെൺകുഞ്ഞ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ആ അർജുന് നല്ല ശക്തിയുണ്ട്. വേറൊരു വ്യത്യാസം, ഇവൻ ഒട്ടും ശക്തി ഇല്ലെന്നല്ല. ക്ലാസ്സിൽ ചെന്ന് നാളെ ഇടി ഉറപ്പ് അവൻ്റെ വക. നിനക്ക് എൻ്റെ ശക്തി അറിയണല്ലേടി, ഇവന് ഇച്ചിരി ശക്തി ഉണ്ടെന്ന്. പക്ഷെ മോളെ എനിക്ക് ഇഷ്ടമായി. നീ ഇന്നത്തെ കാലത്ത് ആളാണ്, നീ ജീവിക്കും എവിടെ പോയാലും. കൊള്ളാം. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യമാണ്. വേർ ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഹ്യൂമൻ മസിൽ ലൊക്കേറ്റഡ്? മനുഷ്യന്റെ ഏറ്റവും ശക്തമായ പേശി എവിടെയാണ്? വൈറ്റ് ടീമാണ്. അഗൈൻ എവിടെയാണ്? താടിയിലെ പേശി. താടിയെല്ലാണ് താടിയിലെ പേശി. കറക്റ്റ് ആൻസർ ആണ്. താടിക്കിട്ട് നിനക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പയ്യനെ താടിക്കിട്ട് ഇടിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവനെ ഒന്ന് ഇടിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇടിക്കാൻ പറ്റൂല, ടീച്ചർമാർ അറിഞ്ഞ പിന്നെ പരാതിയാവും. പെൺകുട്ടികൾ ആരെങ്കിലും ഒന്ന് ഷോ കാണിക്കുമ്പോഴത്തേക്ക് ഇടിക്കാൻ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എന്ത് ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാ മോനെ ഒന്ന് തല്ലണമെന്ന് തോന്നിയത്?
നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരും ഒരു ഐക്യത്തോടെയാണ് പോണത്, പക്ഷെ അവള് മാത്രം വേറിട്ട് നിൽക്കുന്നു. അവള് മാത്രം വേറിട്ട് നിൽക്കുന്നത്. എങ്ങനെയാണ് അവൾ ഈ വേറിട്ട്? നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞ് അതൊക്കെ. ആമ്പിള്ളേരെ കുറിച്ച് കുറ്റം പറയും. ബോയ്സിൻ്റെ അടുത്ത് എന്തിനു മിണ്ടണേന്ന് അവൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ച് നമ്മളുടെ ഇഷ്ടം മിണ്ടുന്നതെന്ന് ചോദിച്ചു. അതോടെ നമ്മൾ തമ്മിൽ പ്രശ്നമായി. അവൾ പറഞ്ഞു അവളുടെ മെഗാ ശത്രു ഞാനാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും ശത്രുവാണ്. രണ്ടുപേരുടെ പ്ലാൻ ചെയ്ത് പെരുമാറുക. ആദ്യമായിട്ട് ഇവളാണ് കൂട്ടുകൂടിയത് അവളുടെ അടുത്ത്. ആദ്യമായിട്ട് വഴക്കിട്ടത് ഇവളാണ്. എനിക്ക് മനസ്സിലാവില്ല. നിയമസഭയിലുള്ളതിനേക്കാളും പ്രശ്നമാണ് ഇവരുടെ ഈ ക്ലാസ്സിൽ. നിയമസഭയിൽ ഇത്രയും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ ക്ലാസ് ശരിക്കും ഞാൻ പറയണത് ഒരു ഇതായിട്ട് വാർ ഫ്രണ്ടായിട്ട് അങ്ങ് പ്രഖ്യാപിക്കണം. സോ നമ്മുടെ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ വൈറ്റ് ടീമിന് ലഭിക്കുന്നത് 10 പോയിന്റ് ആണ്. ഓ ടീമിന് ലഭിച്ചിരിക്കുന്നത് 8 പോയിന്റ് ആണ്. ഒട്ടും തന്നെ മോശമല്ല. 2 പോയിന്റേ ഉള്ളൂ വ്യത്യാസം. സോ ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. രണ്ടാമത്തെ റൗണ്ട് ഗെയിം റൗണ്ട്. സോ ഗെയിം റൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് എത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് ഇൻഫിനിറ്റി പേൾ നെക്ലസ്. വേറൊന്നുമില്ല, നമ്മുടെ പണ്ടത്തെ മാല കോർക്കൽ അല്ലെങ്കിൽ മുത്തു കോർക്കലാണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. പക്ഷേ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ അറ്റം നമ്മൾ കെട്ടിയിട്ടില്ല. ഇതിനറ്റത്ത് ശരിക്കും പറഞ്ഞാൽ അത് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ടുള്ള, മുത്തുകൾ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ടുള്ള കെട്ടുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ടീമിലെ മെമ്പേഴ്സ് ചെന്ന് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഈ മുത്തിങ്ങനെ ഇതിലേക്ക് കോർത്തോണ്ടിരിക്കണം. ഓക്കെ, കോർത്തിട്ടിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും നീളൻ മാല ഉണ്ടാക്കുന്ന ടീമായിരിക്കും വിജയിക്കുന്നത്. ഗോട്ട് ഇറ്റ്? ഓക്കെ. സോ ആദ്യം വൈറ്റ് ടീമിൽ നിന്ന് ആരാണ് പങ്കെടുക്കാൻ വരുന്നത്? ഞാനാണ് വരുന്നത്. അർജുനാണ് വരുന്നത്. And your time starts now. തുടങ്ങിക്കോ, വേഗം തുടങ്ങിക്കോ. ഏറ്റവും കൂടുതൽ പൊക്കോട്ടെ, അങ്ങോട്ട് വിട്ടോ, എന്നാലേ നമുക്ക് കോർക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കോർക്കുക. സ്പീഡിൽ തന്നെ അർജുൻ ചെയ്യുന്നുണ്ട്. നോക്കാം ബ്രില്യൻസിൽ അവൻ എത്രത്തോളം ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഭാരം കൂടി വരുന്ന അനുസരിച്ച് മുത്തുകൾ മറ്റേ സൈഡിൽ കൂടെ പോകാൻ ടെൻഡൻസി തുടങ്ങും. മിടുക്കനായി കോർക്കുന്നുണ്ട് അവൻ. ഇനിയാണ് മുത്ത് എത്ര എണ്ണം ഇറങ്ങി പോകുന്നുള്ള നമുക്ക് അറിയാൻ പറ്റുന്നത്. കോങ്കൂസ് നൂലെന്നല്ലേ പറയുന്നത് ഇതിനെ? കങ്കൂസ് നൂല്. കോർക്കുന്നുണ്ട്. കമോൺ പെട്ടെന്ന് ചെയ്യുക. നമുക്ക് സമയം ഇനി വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. പെട്ടെന്ന് ചെയ്തോളുക. Come on. യെസ് മാലയായി വരുന്നുണ്ട്.
കമോൺ. ഓൾമോസ്റ്റ് ആയി വരുന്നുണ്ട്. മുപ്പത് സെക്കൻഡ് കൂടെ ഉണ്ട്. 30 സെക്കൻഡ്സ് ഉള്ളി. 30 സെക്കൻഡ്സ്, 20 സെക്കൻഡ്സ്. മാക്സിമം കോർത്തോ. 10 സെക്കൻഡ്സ്. 2, 1, 0. അപ്പോൾ ഇത്രയുമാണ് അർജുൻ കോർത്തിരിക്കുന്നത്. പക്ഷെ കുറച്ച് അത്യാവശ്യം ഇറ്റ്സ് എ ബിഗ് മാല അല്ലേ? ഇറ്റ്സ് എ ബിഗ് മാല. അപ്പോൾ സ്കെയിൽ കൊണ്ട് നമ്മളൊന്ന് അളക്കാൻ പോവുകയാണില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അല്ലേ? അപ്പം സ്കെയിൽ കൊണ്ട് ഞങ്ങളിതൊന്ന് അളക്കാൻ പോവാന്ന്. കണ്ണ് കണക്കൊന്നും പറ്റത്തില്ല, പ്രായമായതുകൊണ്ട് കണ്ണൊന്നും അങ്ങനെ പിടിക്കത്തില്ല. മുത്തുകളുണ്ട്. വാവ്, സോ ബ്രില്യൻ്റ്. അപ്പോൾ എന്തായാലും 71 അവർക്ക് ഈ സമയത്തിനുള്ളിൽ കോർക്കാൻ പറ്റുമില്ല എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇനി ഇതിനേക്കാൾ ഉപരി നമ്മുടെ ചേച്ചിമാരിൽ ആരാണിത് കോർക്കാൻ വരുന്ന? ആരാണ്? ഞാനാണ്. ഓൺലൈനിൽ നമുക്ക് പ്രായം കുറഞ്ഞ ആളെ തന്നെ പിടിക്കാമെന്ന് വന്നോളൂ. ചേച്ചി ലൈബ്രറിയിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് നല്ല ഐ പവറൊക്കെ ആയെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ, ഇവിടെ വേണോ തുടങ്ങിക്കോ. ഇത് തന്നെ പണ്ട് നമ്മൾ മുത്തുകോർത്ത് മാല ഉണ്ടാക്കിയ പോലെ. കമോൺ. നന്നായിട്ട് ചെയ്യുന്നുണ്ട്. വിട്ടു കൊടുക്കില്ല ഞങ്ങൾ. 70 അവർ കോർത്തത്. അതിനേക്കാൾ ഉപരി കോർക്കാൻ പറ്റൂല്ലെന്ന് നമുക്ക് നോക്കാം. ആ സമയത്തിനുള്ളിൽ വെരി ഗുഡ്. അപ്പർ സൈഡിൽ കൂടെ മുത്ത് പോവാതെ ഒന്ന് ശ്രദ്ധ വേണം, ഇല്ലെങ്കിൽ കോർത്തതെല്ലാം പാഴ്മണിയാവും. മുത്ത് പോലും കളയാതെയാണ് അർജുൻ ചെയ്തിരിക്കുന്നത്.
എനിക്ക് ഇതുപോലും പറ്റുന്നില്ല കേട്ടോ, എനിക്ക് നിർണ്ണയിച്ചെടുക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരുടെ മാല കണ്ടിട്ട് എനിക്ക് ഏറെക്കുറെ ഒരേപോലെ തന്നെയാണ് തോന്നിയിരിക്കുന്നത്. എന്തായാലും മുത്തുകൾ നമുക്ക് ആദ്യം ഒന്ന് എണ്ണി നോക്കാം. ഇത്രയും നല്ല ഇച്ചിരി ബോറിംഗ് ആയിട്ടുള്ള ഗെയിംസ് കൊണ്ടുവന്നതിന് ഈ ഗെയിം കൊണ്ടുവന്ന ആൾക്കാർക്ക് ഇട്ട് തന്നെ ഞങ്ങൾ തിരിച്ച് പണി കൊടുക്കുക. 8ൻ്റെ പണി ഞങ്ങൾക്ക് വരുമ്പോൾ 16-ൻ്റേതായിട്ട് കൊടുക്കുക. അതുകൊണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ ഞാൻ എണ്ണിപ്പിക്കുക. എണ്ണങ്ങോട്ട് അറിയാൻ നോക്കട്ടെ, ഏതുവരെ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ നോക്കട്ടെ. 8ാം ക്ലാസ്സും ഇതാണോ നോക്കട്ടെ. ഇതാ പോണ് ഇൻഫിനിറ്റി പേൾ ഗെയിം അന്ന് എണ്ണിയിട്ടുണ്ട്. എണ്ണിയപ്പോൾ 78 പേൾസ് ആണ് ചേച്ചി ഇതിൽ കോർത്തിരിക്കുന്നത്. വിച്ച് മീൻസ് വിജയിച്ചിരിക്കുന്നത് ടീം ഓയാണ്. അടിപൊളി. അപ്പോൾ ടീം ഓയ്ക്ക് 5 പോയിന്റും കൂടെ ലഭിച്ച് 13 പോയിന്റ് കിട്ടിയിരിക്കുകയാണ് ആഫ്റ്റർ 2 റൗണ്ട്സ്. ഇനി നമ്മുടെ വൈക്ക് കിട്ടിയിരിക്കുന്നത് 10 പോയിന്റ് ആണ്. കണ്ടില്ലേ, ആദ്യത്തെ റൗണ്ടിലെ ടീം വൈ ആയിരുന്നു ലീഡിങ്. രണ്ടാമത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ ടീം ഓ ഇതാ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി വിജയം ആർക്കൊപ്പമാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കണം. നമ്മുടെ 3ാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ആൻഡ് ദ തേർഡ് റൗണ്ട് ഇസ് സ്വിച്ചിങ് ഓവർ. ഓക്കെ, അപ്പോൾ 3ാമത്തെ റൗണ്ട് സ്വിച്ചിങ് ഓവറിലേക്ക് കടക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഓ ടീമിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുന്നത് ദ യങ് ടീമിന്, നമ്മുടെ യങ് ജനറേഷൻ കൂടുതലായിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ആൻഡ് വൈറ്റ് ടീമിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഓൾഡ് സമയത്ത് നടന്ന കുറച്ച് കാര്യങ്ങളുമായിരിക്കും. ഓക്കെ, റെഡിയാണ്? അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞങ്ങളുടെ വൈറ്റ് ടീമിൻ്റെ അടുത്താണ്. 5 ചോദ്യങ്ങളാണ്. മാക്സിമം പോയിന്റ്സ് സെക്യൂർ ചെയ്യുക. ഓക്കെ, അപ്പോൾ 3 പോയിന്റേ ഉള്ളൂ അല്ലേ ഇവരിൽ നിന്ന് വ്യത്യാസം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ത്രില്ലർ എന്ന ഹിറ്റ് ഗാനത്തിൻ്റെ ഗായകൻ ആരാണ്? ത്രില്ലർ എന്ന് കേട്ടിട്ടുണ്ടോ? മ്യൂസിക് ആൽബം. ഒന്ന് മൈക്ക് പറഞ്ഞേ. മനസ്സിൽ വരുന്നൊരു ഇംഗ്ലീഷ് ഗായകനാണ്. ലോകം മൊത്തം ഫേമസ് ആയിട്ടുള്ളൊരു ഗായകനാണത്. ഭയങ്കരമായിട്ട് ലോകത്തെ ഇത്രയും എന്താ പറയുക, ത്രസിപ്പിച്ച വേറൊരു പെർഫോമർ ഇല്ല. ഗായകനേക്കാൾ ഉപരി ഈസ് എ പെർഫോമർ സ്റ്റേജിൽ. ഒന്ന് പറഞ്ഞേ. ത്രില്ലർ. പറഞ്ഞേ, ഒരാളുടെ പേര് പറഞ്ഞേ നോക്കട്ടെ ചേച്ചി. അത് തന്നെ ഡാൻസ് കളിക്കുന്നത്. നീ മൈക്കിൽ കൂടെ പറ. മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ ശരി ഉത്തരം. മൈക്കിൾ ജാക്സന്റെ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും പെർഫോമൻസ്? പുട്ടിയൊക്കെ അടിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ട്. പുട്ടിയൊക്കെ അടിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടിട്ടുണ്ടോ മൈക്കിൾ ജാക്സനോ? എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നു? ഒത്തിരി പുട്ടിയുണ്ടോ കുറച്ച് പുട്ടിയാണോ? ഒത്തിരി പുട്ടിയില്ല. ഒരു 2 ലെയർ മാക്സിമം പോയ ബിർള വൈറ്റ് വാൾക്കെയർ പുട്ടികൾ പോലെ ജസ്റ്റ് ഒരു 2 ലെയേഴ്സ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം 2ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഹീറോയിൻ ഓഫ് ദ ഫിലിം ധ്വനി? ധ്വനി എന്ന ചിത്രത്തിലെ നായികയുടെ പേര്. ധ്വനി എന്ന ചിത്രം കേട്ടിട്ടോ വല്ലതും ഉണ്ടോ? മാനസം ആ പാട്ടൊക്കെ ഉള്ള ധ്വനിയിലാണ്. ഭംഗിയുള്ള പാട്ടുകളൊക്കെ ഉണ്ട്. ഇപ്പോഴും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന നായിക ആരാണ്? ഷീലാമ. തെറ്റുത്തരമാണ്. അറിയില്ല. ഒരു ധ്വനിയിലെ ശോഭനയാണ്. ഇപ്പൊ 3ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഹൂ ഈസ് ദ സ്കൾപ്റ്റർ ഓഫ് ദ മെർമെയ്ഡ് സ്റ്റാച്യു ലൊക്കേറ്റഡ് അറ്റ് ശംഖുമുഖം? ജലകന്യക എന്ന ശംഖുമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ശില്പം സൃഷ്ടിച്ചിരിക്കുന്നത് ആരാണ്? ശംഖുമുഖം ബീച്ചിൽ പോയിട്ടുണ്ടോ? അവിടെ ഒരു മത്സ്യകന്യക കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെയുണ്ട് മത്സ്യകന്യക? കൊള്ളാം. അത് ആരാണ് ഉണ്ടാക്കിയത്? കാനായി കുഞ്ഞിരാമൻ. കറക്റ്റ് ആൻസർ. എങ്ങനെ അറിയാം? ആരാണ് പറഞ്ഞു തന്നതാ? ശില്പം കണ്ടിട്ട് ശില്പി എങ്ങനെ അറിയാം? LSS പഠിച്ചിട്ടുണ്ട്. NSS-ൽ LSS. അതെന്താണ് LSS? അത് ഞങ്ങൾ 4ാം ക്ലാസ്സിലുള്ളപ്പോൾ ഒരു മത്സര പരീക്ഷയാണ്. മത്സര പരീക്ഷയിൽ കുഞ്ഞത് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും ശില്പം ഉള്ളതായിട്ട് വല്ല അറിവുണ്ടോ? കേരളത്തിലുള്ള വേറൊരു ശില്പത്തിന്റെ പേര്? ക്ഷേത്രത്തിലെ പറയാമോ? ക്ഷേത്രത്തിലൊക്കെ ശില്പമുണ്ട്. ആഴിമല. വെരി ഗുഡ്. ആഴിമല ശിവക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ഒരു സ്റ്റാച്യു ഉണ്ട്. ഓക്കെ, 4ാമത്തെ. ശക്തിമാൻ എന്ന ടെലിവിഷൻ ഷോ ഏത് ചാനലിലാണ്? ശക്തിമാൻ കേട്ടിട്ടുണ്ടോ? ശക്തിമാൻ ഏത് ടെലിവിഷനിലാണ് ആ ഷോ ഉണ്ടായിരുന്നത്? ഏതൊക്കെ ചാനൽ ഉണ്ടെന്നെല്ലാം ആലോചിക്കേ.
അതൊന്ന് അല്ല അത് അല്ലല്ലല്ല അതല്ല, നീ ആ പേരൊന്ന് പറ കേക്കട്ടെ. പ്രിയദർശിനി അല്ല അല്ല അല്ല, ഞാൻ പറയാം. പ്രിയദർശനാണോ എന്നൊരു കുഞ്ഞിനൊരു സംശയം പറഞ്ഞു. പ്രിയദർശൻ എന്ന് പറയുന്ന ഒരാളുണ്ട് ഞങ്ങൾക്ക്. ആ, പ്രിയദർശനിലാണോ ശക്തിമാൻ? ദൂരദർശിനി. ദൂരദർശൻ, കറക്റ്റ് ആൻസർ. പ്രിയദർശൻ എങ്ങനെ വന്നടാ? ദർശനം വന്നപ്പോ ഞാൻ പ്രിയദർശൻ ആ, പറഞ്ഞു. പ്രിയദർശൻ ആരാ? ഒരു സംവിധായകൻ. സംവിധായകനാണ് പ്രിയദർശൻ. ഫേവറേറ്റ് ഡയറക്ടർ ആരെങ്കിലും ഉണ്ടോ മലയാളത്തിൽ ഇപ്പോ? മലയാളത്തില് കണ്ടിട്ട് ARM ഡയറക്ടർ. ARM ഡയറക്ട് ചെയ്ത ജിതിനെ. ഓക്കെ, ജിതിൻ ARM ഡയറക്ട്. കണ്ടിട്ട് ഇഷ്ടപ്പെടാത്തൊരു സിനിമ ഏതായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ട മണിച്ചിത്രത്താഴിന്റെ തമിഴ്. മണിച്ചിത്രത്താഴിന്റെ തമിഴ് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല. മോനോ, നിനക്ക് ഏത് പടമാണ് കണ്ടിട്ട് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതിരുന്നേ? ആവേശത്തിൻ്റെ തമിഴ്. ആവേശത്തിന്റെ തമിഴ്. ആവേശം മലയാളം കുഴപ്പമില്ല, ആവേശത്തിന്റെ തമിഴ് അത് ഡബല്ലേ, അതങ്ങോട്ട് പിടിച്ചില്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ദൂരദർശൻ കുഞ്ഞുങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അടുത്തത്, വിച്ച് കമ്പനി ലോഞ്ച് ദ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായി സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയ കമ്പനി? കറക്റ്റ് ആൻസർ ഉറപ്പിച്ച് പറയുന്നില്ല. നോക്കിയാണോ? നോക്കിയ. ശരി ഉത്തരം. അതെങ്ങനെ അറിയാം നോക്കിയാണെന്ന്? ആ, നീ ആണെന്നാ പറഞ്ഞു. നോക്കിയയുടെ ഏതെങ്കിലുമൊക്കെ ഫോണൊക്കെ കണ്ടിട്ടുണ്ടോ? ചെറിയ ഫോണൊക്കെ നോക്കിയയുടെ ആയിരുന്നു എൻ്റെ അമ്മമ്മേരെ മുമ്പിരുന്നത്. അമ്മമ്മയുടെ കയ്യിലിരുന്നത് നോക്കിയയുടെ ഫോണാണെന്ന്. കറക്റ്റ്, കാലഘട്ടം വളരെ കറക്റ്റാണ്. അമ്മമ്മയുടെ കയ്യിൽ നോക്കിയയുടെ ഫോൺ കാണാം. നിങ്ങളൊക്കെ ഏത് ഫോണാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? മോള് സ്വന്തമായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ്? ഒരു നല്ല ജോലി കിട്ടിയിട്ടാണ് വാങ്ങിക്കാൻ പോകുന്നത്. എന്താണത്? ഐഫോൺ. ഐഫോൺ വാങ്ങിക്കുന്നു. ഏത് ഐഫോൺ ആണെന്ന് വല്ല ഉദ്ദേശമുണ്ടോ? അന്നത്തെ കാലത്തെ ഐഫോൺ ഏതാണെങ്കിലും ഐഫോൺ. മോനെ, നിനക്ക് അത് ഫോണല്ല ഞാൻ ചോദിക്കുന്നത്, നിനക്ക് ജീവിതത്തിൽ എന്ത് മേടിക്കണം എന്നാണ് തോന്നിയത്? ഫോൺ തന്നെ. ഏത് ഫോൺ? അൾട്രാ S20. അൾട്രാ S20 മേടിക്കണമെന്ന് ആഗ്രഹം. നിനക്ക് അങ്ങനെ എന്തെങ്കിലും മേടിക്കണമെന്ന് തോന്നിയ ഫോൺ അല്ലാതെ? ഫോണല്ലാതെ കാർ എന്തെങ്കിലും? കാറ്, എനിക്ക് ഒരുപാട് കാറുകൾ ഇഷ്ടമാണ്. എന്നാൽ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു കാർ, മേടിക്കാൻ തോന്നിയ ഒരു കാർ? ബെൻസ്. ബെൻസ് മേടിക്കണം തോന്നി. ഒരാൾ ഇന്നലെ റോൾസ് റോയ്സ് ആയിരുന്നു. എനിക്ക് കാർ വാങ്ങിക്കാൻ ഇഷ്ടമാണ്. ലംബോർഗിനി. ഓ, ലംബോർഗിനി. ചെറിയ എത്ര വില വരും ഈ ലംബോർഗിനിക്ക് ഒരു ഉദ്ദേശം? എനിക്കറിയത്തില്ല. എന്നാലും നീ ഒന്ന് ഉദ്ദേശം പറഞ്ഞേ. 1 കോടി. 1 കോടിക്ക് ലംബോർഗിനി സെക്കൻഡ് കിട്ടിയാൽ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 1 കോടിക്ക് 1 കോടി നല്ലൊരു 3-4 കോടിക്ക് മേളിൽ വരും മിനിമം. ഓക്കെ, എനിക്ക് കാർ വാങ്ങിക്കണമെങ്കിൽ സുപ്ര മാർക്ക്. എന്തോന്ന്? സുപ്ര മാർക്ക് 5 വാങ്ങിക്കണമെന്നാണ് ആഗ്രഹം. മാർക്ക് 5? അതെത്ര വില വരുന്ന കാറാണ്? 10-15 കോടി. അത് ഇന്ത്യയിലെ അവൈലബിൾ അല്ല, വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി വാങ്ങിക്കും. അങ്ങനെയാണ്. എന്തായാലും എനിക്ക് ഇവരെ രണ്ടുപേരുടെ കാര്യത്തിലൊരു സന്തോഷമുണ്ട്. രണ്ടുപേരും ഒരു ക്ലാസ്സിൽ നിന്ന് വന്നു, ആ ക്ലാസ്സിലെ മൊത്തം അലമ്പാക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും കല്യാണം കഴിക്കുമോ ജീവിതത്തിൽ? എനിക്ക് കല്യാണം കഴിക്കണ്ട, പക്ഷേ പക്ഷേ ഒരു കൊറിയക്കാരൻ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോകും. അല്ല, കല്യാണം അല്ലാതെ പിന്നെ പുള്ളി എന്തോന്ന് ചോദിക്കാനാണ്? അല്ല, മലയാളി വന്നാൽ പോവില്ല. മലയാളി വന്നാൽ പോയില്ല, കൊറിയക്കാരനാണെങ്കിൽ പോകുന്നത്. അതെന്താടാ കൊറിയക്കാരൻ? ഒരു ഓസ്ട്രേലിയക്കാരൻ വന്നാൽ നീ പോയില്ലേ? കൊറിയക്കാരൻ എന്താ നീ അങ്ങനെ കൊറിയക്കാരൻ തന്നെ സ്പെസിഫിക് ആയിട്ട്? കൊറിയക്കാരന് നല്ല രസമാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള മുടിയൊക്കെയാണ് അവർക്ക്. ഇത് ഞങ്ങള് എന്താ പറയുക, പരിപാടി ആയതുകൊണ്ട് ഞങ്ങൾ വേറെ ഇതിലോട്ട് കടക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ചേച്ചി കേട്ടോ? ചേച്ചി കൊറിയക്കാരനാണെങ്കിൽ പോവാന്ന്, മലയാളിയാണെന്ന് വേണ്ടാന്ന്. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ചിന്താഗതികൾ. ഓ ടീമിൻ്റെ ചോദ്യങ്ങളിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: ഏത് ജനപ്രിയ വീഡിയോ ഗെയിമാണ് ബൂയ എന്ന ആഘോഷവാക്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ബൂയ എന്ന് വല്ലതും കേട്ടിട്ടുണ്ടോ? ബൂയ അങ്ങനെ കേട്ടിട്ടേ ഇല്ല. ചേച്ചി അന്തിച്ചു നോക്കെന്നെ. കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? പറയല്ലേ. ഒന്ന്. പബ്ജി ആണോ? പബ്ജി തെറ്റുത്തരം. എങ്ങനെയാണ് അറിയുന്നത്? പറഞ്ഞേ. ഫ്രീ ഫയർ.
ഫ്രീ ഫയർ ആണ്. എനിക്കറിയില്ല അല്ലേ, പിള്ളേരും ആരും യൂസ് ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല. ബൂയ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫ്രീ ഫയറുമായിട്ടാണ്. ഇനി ഞാനൊരു ഫോട്ടോ കാണിക്കാൻ പോവുകയാണ്. അത് ആരാണ്, എന്താണ് പുള്ളി ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറയണം. ഓക്കെ, അപ്പോൾ ഫോട്ടോയാണ് ഇടുന്നത്. പുള്ളി ഏതാണ് മേഖല, പുള്ളിയുടെ പേര് ഒക്കെ എനിക്കൊന്ന് അറിയണം. ചേച്ചി തുടങ്ങി. പുള്ളിനെ കണ്ടിട്ട് ആരാണെന്നാണ് ഒരു ലക്ഷണശാസ്ത്രം കണ്ടിട്ട്? ആക്ടർ ആണെന്ന് ഉറപ്പിച്ചോ? ആക്ടർ ആണെന്ന് പറഞ്ഞു. പേര് വല്ല ഐഡിയ ഉണ്ടോ നോക്കിയേ. ഹിന്ദി സിനിമയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദി സിനിമയിൽ കണ്ടിട്ടുണ്ട്. മലയാളിയാണോ? മലയാളത്തിലും ഉണ്ട്. മലയാളത്തിലുണ്ട്, ഹിന്ദിയിലുണ്ട്. വെരി കറക്റ്റ്, പറഞ്ഞത് കറക്റ്റ് ആണ്. ഒരു പേര് പറഞ്ഞു നോക്കിയേ. അറിയാം ചേച്ചി, കറക്റ്റ് ആണ് പറഞ്ഞത്. ആലിയ ഭട്ടിന്റെ കൂടെയൊക്കെ വന്നിട്ടുണ്ട് പുള്ളി. പേര് കിട്ടുന്നില്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള താരം ആരാണ്? ഇന്ന് നല്ലതെന്ന് തോന്നി ഈ ജനറേഷനിൽ ഒരു നായകൻ? പൃഥ്വിരാജ്. ചേച്ചിക്കോ? ദുൽഖറിനെ ഇഷ്ടം. ചേച്ചിക്ക്? ഫിലിം അനുസരിച്ചാണ്, ഓരോ ഫിലിമിന്റെ ആക്ടിങ് അനുസരിച്ചാണ് എനിക്ക് ആക്ടിങ്. അങ്ങനെയാണ്, ഞങ്ങൾ ഭയങ്കര ഭൂലങ്കർഷമായിട്ടാണ്. ആ, കുട്ടികൾക്കറിയോ ഇതാരാണെന്ന്? റോഷൻ മാത്യു. കൃത്യമായിട്ട് അറിയാം. റോഷൻ മാത്യു ആണ് കറക്റ്റ് ആൻസർ. ഇതുപോലെയൊക്കെ ഉള്ള ഏറെക്കുറെ ഒരു ചേട്ടൻ വന്നാൽ ഓക്കെ ആണോ? അല്ല, ഇത് റോഷൻ മാത്യു ഓക്കെ അല്ല. അവർക്ക് കുറേ തന്നെ വേണം, എന്നാലേ ഉള്ളൂ. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ആദ്യത്തെ പക്ഷേ കിട്ടിയില്ല, രണ്ടും കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് YOLO? YOLO എന്ന് കുട്ടികൾ ടൈപ്പ് ചെയ്ത് വാട്സപ്പിൽ കളിക്കുന്ന YOLO, അതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? YOLO, അതായത് YOLO എന്ന വാക്കിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഇത് കുട്ടികൾ പറയും. YOLO നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. YOLO നിങ്ങൾ വല്ല അയക്കാറുണ്ടോ? അറിയാം, ചെറുതായിട്ട് അറിയാമെന്ന് പറയുന്നു. വല്ല ഐഡിയ ഉണ്ടോ? എന്താ, ചുമ്മാ ഒന്ന് ഗസ് ചെയ്യുന്നോ? YOLO ഐഡിയ കിട്ടുന്നില്ല. മക്കളെ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? You only live once. You only live once. നിങ്ങൾ ഒരു തവണ ജീവിക്കുന്നുള്ളൂ. You only live once, so enjoy the maximum. You only live once, so enjoy the maximum എന്നൊക്കെ പറയാറുണ്ട് കുഞ്ഞുങ്ങൾ. ഓക്കെ, നോ പ്രോബ്ലം. ഇനി അടുത്ത നാലാമത്തെ ഇത് കിട്ടുമോ നോക്കണം. റഫ് വർക്ക് എൻവയോൺമെൻറ്റ്സിൽ, അതായത് ഭയങ്കര ഹാർഷായിട്ടുള്ള ഈ വർക്ക് എൻവയോൺമെൻറ്റ്സിൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിനും ഉപയോഗിച്ചിരുന്ന ഒന്നിലധികം പോക്കറ്റുകളുള്ള പാൻറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഒന്നിലധികം പോക്കറ്റ്സ് ഉണ്ട് അതിന്. ഇപ്പം സ്റ്റൈലായിട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരും. ബെൽ ബോട്ടം പാൻസ് തെറ്റുത്തരമാണ്. ബെൽ ബോട്ടം തെറ്റാണ്. നിങ്ങൾക്കറിയോ എന്താണ്? കാർഗോ പാൻസ് എന്ന്, കാർഗോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കുറേ പോക്കറ്റൊക്കെ ഇട്ട് ഈ കാട്ടിലൊക്കെ പോകുന്നവർ എല്ലാ സാധനങ്ങളും കുത്തി നിറച്ച് കാർഗോ പാൻസ് എന്നാണ് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്. ഇത് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അടുത്തുള്ള ഉപകരണങ്ങളിലേക്ക് ഫയലുകൾ പങ്കിടാൻ ഒരേ സമയം ബ്ലൂടൂത്തും വൈഫൈയും ഉപയോഗിക്കുന്ന ആപ്പിൾ ഉപകരണങ്ങളിലെ വയർലെസ് സവിശേഷതയുടെ പേരെന്താണ്? വേറൊന്നുമില്ല. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ 2 ഐഫോൺസ് ഒക്കെ തമ്മിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആപ്പിൾ ഇതാണ് ഡിവൈസസ് ഒക്കെ ആണെങ്കിൽ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. ഫോട്ടോസും ഇമേജസ് വീഡിയോസ് എല്ലാം ക്വാളിറ്റിയോടുകൂടി ഷെയർ ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്തും വൈഫൈയും കണക്ട് ചെയ്ത് ഇതും കൂടെ ഓൺ ആക്കി നമ്മളിത് ഷെയർ ചെയ്യും. ഇതിനൊരു പേര് പറയും. ഇത് ചെയ്യാം, നമുക്ക് ഐഫോൺ ആണോ അല്ലെങ്കിൽ നമുക്ക് ഇതാണോ ആപ്പിൾ ആണോ, നമുക്ക് ഇത് ചെയ്യാമല്ലോ എന്ന് പറയും. ഐഡിയ ഉണ്ടോ? പറയല്ലേ, അല്ല ഐഡിയ ഉണ്ടോ? ചെയ്യുന്നതാണ്, ഇന്നത്തെ എല്ലാവരും അത് ചെയ്യുന്നതാണ്. ഇല്ല ചേച്ചി, നെറ്റ് കണക്ഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്നു. എന്താണ് മക്കൾ, എന്താണ്? എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ഐഫോണൊക്കെ ഉള്ളവരാണ് കൂടുതൽ എയർ ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ എയർ ഡ്രോപ്പ് ആയിരുന്നു. സോ O ടീമിന് 3 റൗണ്ട്സ് കഴിയുമ്പോൾ സെക്യൂർ ചെയ്തിരിക്കുന്നത് 13 പോയിന്റ്സ് ആണ്. ആൻഡ് Y ടീമിന് കിട്ടിയിരിക്കുന്നത് 18 പോയിന്റ്സ് ആണ്. സോ ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നു ടീം Y. അപ്പോൾ ഇനി റണ്ണേഴ്സപ്പിനും വിന്നേഴ്സിനെല്ലാം ഞങ്ങൾ പ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ ഇൻവൈറ്റ് ചെയ്യാം ടീം O.
ഇവർക്ക് ലഭിക്കുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ ആൻഡ് മൂന്നാർ ടീ പോട്ട് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ഇനി ക്യാഷ് പ്രൈസസ് ഉണ്ട്. കൂടാതെ മെമെന്റോസും ഉണ്ട്. ഇന്നത്തെ വിന്നേഴ്സ് ആയിരിക്കുന്നത് വൈറ്റ് ടീമാണ്. അവർക്ക് വേണ്ടുന്നുള്ള ഗിഫ്റ്റ്സ് നമുക്ക് ദേ കൊടുക്കാം. വൈറ്റ് ടീം അപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ, കേരള ഹൗസ് റെസ്റ്റോറൻറ്റ്, ഒപ്പം തന്നെ ഹണി ഡ്യൂ സലൂൺ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ക്യാഷ് പ്രൈസ് ഉണ്ട് ഇവർക്ക്. ഒപ്പം തന്നെ മെമെന്റോസും കൂടി ഉണ്ട് ഇവർക്ക് 3 പേർക്കും. അപ്പോൾ കണ്ടില്ലേ, ഇന്നത്തെ തലമുറയിലെ ആൾക്കാരാണ് ഇന്നത്തെ എപ്പിസോഡിൽ വിജയിച്ചിരിക്കുന്നത്. പക്ഷേ അന്നിൻ്റെ കാര്യങ്ങളുമായിട്ട് ഒരുപാട് അന്നത്തെ തലമുറയിൽപ്പെട്ട ടീമുകളും ഞങ്ങളുടെ എപ്പിസോഡ്സിൽ വിജയിക്കാറുണ്ട്. സോ നെക്സ്റ്റ് ഗെയിം എത്തുമ്പോൾ, നെക്സ്റ്റ് എപ്പിസോഡ് എത്തുമ്പോൾ ആരാണ് ഞങ്ങളുടെ ഇത്രയും പ്രൈസുകൾ കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നതെന്നൊക്കെ അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് എൻ്റെ ടീം ഓഫ് RG Media 360 presenting YXO Kerala winding out. Sponsored by Chichi, Honey Dew Ultra, Rahan Spice Root.